ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5-5:15 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് മാനസയിലേക്ക് അങ്ങോട്ടാണ്. എന്താണ് ഇത്ര രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കൂടാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ചേട്ടായി ടയേർഡായിട്ടായിരിക്കും വരുന്നത്, അതുകൊണ്ട് തന്നെ എന്നെ രാവിലെ കൊണ്ടുവിടുവാണ് കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നമ്മുടെ ഇത് ഇടപ്പാവൂര് ദേവീക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഉത്സവമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സോട് തലേദിവസമായി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന്. അപ്പോൾ വസുക്കുഞ്ഞിന് ഒരു ചെറിയ ഫോണൊക്കെ അവർ കൊടുത്തു. അപ്പോൾ എന്നെ കൊണ്ടുവിട്ടിട്ട് ചേട്ടാ ഇതാ നേരെ ഓഫീസിലോട്ട് പോവാണേ. ഞാൻ അവരുടെ കൂട്ടത്തിൽ കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. നാളെയാണ് മാനസയുടെയൊക്കെ പൂജ. അപ്പം നമ്മൾ നാളെ അമ്പലത്തിൽ പോകുന്നുള്ളൂ. എന്നാലും തലേദിവസം ഞാനിങ്ങനെ വന്നതാണ്. ഇതൊക്കെ കാണിക്കുന്ന മാനസ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം വൈകക്കുഞ്ഞിൻ്റെ RC കാറിൻ്റെ കളികളും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മൾ ചായ കുടിക്കണം കേട്ടോ. നല്ല ചായ ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് വസുധ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ചായക്ക് നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചായ എടുത്തുകൊണ്ട് വൈകക്കുഞ്ഞു അവളുടെ RC കാറൊക്കെ എടുത്ത് താഴെ പോയിന്ന് കളിക്കുകയാണ് കേട്ടോ. ഞാൻ ആ ചായ കുടിച്ചുകൊണ്ട് അവളുടെ കളികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മേളിലോട്ട് കയറി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ദോശയും കടലക്കറിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാനസയുടെ പ്രിപ്പറേഷനാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും ദോശയും കഴിച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ദാഹിച്ചപ്പോൾ കുറച്ച് ഫ്രൂട്ടി എടുത്ത് കുടിച്ചു. പിന്നെ നമ്മൾ എപ്പോൾ വന്നാലും വൈകക്കുഞ്ഞിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും ഡാൻസ് കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വൈകക്കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ കുറേ നേരം ഇരുന്ന് അവൾ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ട് അവൾ കളിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്താ പറയുക, കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പം നിന്ന് കത്തുമല്ലേ, അത്രയ്ക്കും ചൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തൊട്ട് താഴെ നമ്മുടെ ഒരു ആൻറ്റിയുടെ കടയുണ്ട്. നമ്മൾ പരിചയക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ്. ആ ആൻറ്റിയുടെ കടയിൽ നല്ല ഇളനീർ ഷേക്ക് കിട്ടും. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അവർ നമ്മളെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മൾ വീടിനോട് ചേർന്ന് തന്നെയാണ് കട. അപ്പം നമ്മൾ ഫാനൊക്കെ കൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കാനായിട്ട് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അച്ചപ്പം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇളനീർ ഷേക്ക് നമ്മുടെ കുടിക്കുകയാണ് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. ചുമ്മാ വസുവിൻ്റെ വായിലും കൂടെ ചെറുതായിട്ടൊന്ന് തൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. മന്തിയും അൽഫാമും ആയിരുന്നു കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും അങ്ങ് കഴിച്ചു. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നപ്പം അമ്മ ചോറും കറികളും ഒക്കെ ആയിട്ടാണ് വന്നത്. അതാണ് ഷാമിയട്ടയൊക്കെ കഴിച്ചത്. നല്ല ചീരയിലെ തോരനും കിഴങ്ങ് മെഴുക്കുവരട്ടിയും നല്ല സാമ്പാറും മീൻ വറുത്തതും ഒക്കെ ആയിട്ടാണ്. ചോറിൻ്റെ മണ്ടയിലാണ് കേട്ടോ തോരനൊക്കെ വെച്ചിട്ട് വന്നതാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വൈകക്കുഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തരുവാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി, ഉച്ച ഉറക്കം. ശേഷം അമ്മ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകാൻ റെഡി ആവുകയാണ്. ഞാനും മനസ്സേയും പുറത്തു പോവുകയാണേ. അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കേട്ടോ, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാഡത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരുന്നു. ആദ്യം വന്ന ബസ് നിർത്താണ്ട് പോയി ബ്ലോക്ക് കാരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതൊരു ബസ് വന്നു കേട്ടോ. അപ്പോൾ അതിന് കയറിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആദ്യം തന്നെ മെഡിക്കൽ ഷോപ്പിൽ കയറി മാനസയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു കേട്ടോ. അതിനുശേഷം ഒരു ഓട്ടോയിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. ഓട്ടോയിൽ കയറി നമ്മൾ ട്രെൻഡ്സിൽ ഇറങ്ങുകയാണ് കേട്ടോ. മാനസ ട്രെൻഡ്സിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. അതായത് അവളുടെ അളവിന് ഒത്തത്, അതായത് ഷേപ്പ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ സ്മോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ട്രെൻഡ്സിൽ കയറുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഫീഡിങ് കുർത്തി മാത്രമില്ല. ഞാൻ ചോദിച്ചു, ഫീഡിങ് ടോപ്പോ കുർത്തിയോ ഒന്നുമില്ല. അതിനുശേഷം വൈകുന്നേരത്തെ ഒരു റായാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. അതിനുശേഷം ഒരു ഫാൻസി സ്റ്റോറിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. ബസ് കുറച്ച് സീനായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അവിടുന്ന് ഓട്ടോ വിളിച്ചാണ് വന്നത്. പിന്നെ ബസ്സിനൊന്നും കാത്തു നിന്നില്ല, അതുപോലെ സമയം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി മാനസയ്ക്ക് ആവശ്യമായിട്ട് കുറച്ചുകൂടി സാധനങ്ങളുണ്ടായിരുന്നു, അതും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അമ്പലത്തിൽ പോകുന്ന വീഡിയോ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.